Hi dears, welcome back to our channel Rasina Nias. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള നൈറ്റ് വ്ളോഗാണ്. നിയാസ്ക എന്താ നീ ഇന്നത്തെ വിശേഷം? ബർഗ് എവിടെ നിന്ന് കിട്ടിയ ബർഗ്? സ്കൂളിൽ പോയിട്ടുണ്ടേ. ഹായ് ഗായ്സ്, ഇന്നത്തെ പണി കുറച്ച് ബിസിയാണ്. എന്ത് ബിസി? വെക്കലാണ് പണിയിൽ കുറച്ച് ബർഗറുണ്ടായി. ഞാനും കുട്ടികളും കൂടിയിട്ട് സെറ്റാക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്താ വിശേഷം എന്ന് വെച്ചാലേ, നമ്മൾ ഇതൊന്നും ഡെലിവറി പ്രിപ്പറേഷനാണ് കേട്ടോ. ശരിക്കും പറയണമെങ്കിൽ വിറക് ഞാനിങ്ങനെ നിയാസ്കനോട് ഇന്നും പറഞ്ഞുകൊണ്ടുണ്ടോ, നമ്മൾ വിറകൊന്നും ഇറക്കിയിട്ടില്ല. കാരണം നമ്മൾ വിറക് കത്തിക്കലില്ല അല്ലേ നിയാസ്ക? വിറക് കത്തിക്കലില്ല, വിറക് കത്തിക്കൽ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രസവത്തിനെല്ലാം വിറക് വേണ്ടി വരുമല്ലോ. നമ്മൾ കറണ്ടിലാണ് കുളിക്കുന്നത്. ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിയുമ്പോൾ അത് ശരിയാവില്ല, കണൽ വേണം നമുക്ക് ചൂടാക്കാനുള്ളത്, അതിനും ഇതുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നിയാസ്കോട് പറഞ്ഞിട്ടേ ഉള്ളൂ വിറക് ഇറക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കെല്ലാം കാഫി പറി തുടങ്ങിയാൽ പിന്നെ വിറകൊന്നും കൊത്താനൊന്നും നിൽക്കൂല കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അയൽവാസി അവരെ പിന്നെ തോട്ടം ഇങ്ങനെ കൊത്തിയിട്ട് വിറക് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു നിയാസ്ക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊത്തിയ വിറകായിരുന്നു. അവർ കൊണ്ടുവന്ന് കുറേ അട്ടി വെച്ചിട്ട് നമ്മളോട് വേണാന്ന് ചോദിച്ചിട്ട് നമ്മൾ എന്നെല്ലാം പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും കൂടി നമ്മളെടുത്ത അയൽവാസികളെല്ലാവരും കൂടി നല്ലവരായ ഒരുപാട് നല്ല അയൽവാസികളുണ്ട് അല്ലേ നിയാസ്ക? അവരെല്ലാം കൂടി 5 മിനിറ്റിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് ശുഷ്കാന്തത കൂടിയ അവരെല്ലാം കൂടി നമ്മളടുത്തേക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വിറക് എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഈട് ഇട്ട് എന്നിട്ടാ അൽഹംദുലില്ലാ ഹൈറ്. അതിനെല്ലാം ഒരു ഭാഗ്യം വേണം അല്ലേ? അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അള്ള അടുപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ നിയാസ്ക? നിങ്ങൾക്ക് എന്താ പറയാനുള്ള അതിനെ കുറിച്ചിട്ട്? എന്ത് സൈ? അത്ര തന്നെ നമ്മൾ മനസ്സിൽ ഇന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ വിറകെല്ലാം ഇറക്കണം, എവിടുന്നാ കിട്ടുക നല്ല വിറകുന്ന. അപ്പോൾ നോക്കുമ്പോൾ നല്ല കാഫിൻ്റെ വിറക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഇതെല്ലാം അട്ടി വെച്ചിട്ട്, അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം റൊട്ടിയാണ്. അപ്പോൾ റൊട്ടിക്കെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാങ്ങില്ല. അങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് ഇട്ട് എന്നിട്ടാ. അപ്പോൾ നിയാസ്ക ഉണ്ടായിട്ടില്ല, നിയാസ്ക പണിക്ക് പോയിട്ടുണ്ടാവും. പാടെ വെച്ച അഖിലേ മാറ്റി വെക്കണ്ട. അങ്ങനെ ഇതേ ഈടെ ഒന്ന് വെച്ചിന് ആടെ ഒന്നുണ്ട്, ആ 2 മാത്രം മതി, വേറെ ഒന്നും മാറ്റി വെക്കണ്ട, അതും വേണ്ട. അപ്പോൾ നിയാസ്ക ബർഗ് വരുന്ന സമയത്ത് നിയാസ്ക ഉണ്ടായിട്ടില്ല കേട്ടാ. നമുക്ക് വേണ്ടി കൊണ്ടിരിച്ചതല്ലല്ലോ, അവർക്ക് വേണ്ടി ഇറക്കിയ ബർഗായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ചോദിച്ചത് നിങ്ങൾക്ക് വേണം ആവശ്യം ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ നമ്മളെടുത്ത്. അപ്പോൾ നിയാസ്ക ഇല്ല, ചെറിയ മോനുണ്ടായിട്ടില്ല, ക്ലാസ് പോയിട്ടുണ്ടായി. അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. വലിയ മോനുണ്ടായി, വലിയ മോൻ തന്നെ കൂടിയത്. ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. എന്താക്കപ്പോൾ അങ്ങോട്ട് കടത്തിയിട്ടാണല്ലോ നോക്കുമ്പോൾ വലിയ മോൻ ആദ്യം പോയി ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടിയിട്ട് വിറക് നമ്മളെ മുറ്റത്ത് എത്തിച്ചേട്ടാ. ഇതാ വീടിൻ്റെ ബാക്കിൽ എത്തിച്ച് തന്നിട്ടുണ്ട് വിറക് അല്ലേ നിയാസ്ക? അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക്സ് പറയുന്നില്ലേ? എത്ര നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ കൂടെ ഉണ്ടാവും. അതെല്ലാം വലിയ ഹെൽപ്പാണ്. കാരണം അവരാടി എന്തെങ്കിലും എല്ലാം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ നല്ലവരായ കുറച്ച് അയൽവാസികളുണ്ട്. അയൽവാസികളെ കുറിച്ചിട്ട് നമ്മളെന്നും പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് രാത്രി വിറക് ഇട എത്തിച്ച് തന്നു കേട്ടോ. സന്തോഷം. അപ്പോൾ ഇപ്പോൾ നിയാസ്ക പണി വിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ചായ കുടിയെല്ലാം കഴിഞ്ഞ് വിറക് കട്ടിങ്ങോണ്ടുണ്ട്. നല്ല വിറകാ അല്ലേ നിയാസ്ക? ഇന്നിപ്പോൾ എന്താ കറിയാക്കണ്ട റൊട്ടിക്ക്? പിന്നെ എന്താ കറിയാക്കണ്ട നിയാസ്ക? ഇന്നത്തെ റൊട്ടിക്ക് എന്താ വേണ്ടേ? ഉള്ളിക്കറി. പാങ്ങുണ്ടാവില്ലേ റൊട്ടിക്ക്? അപ്പോൾ ഇന്നത്തെ വിശേഷം അങ്ങനെയല്ലാണ്. അപ്പോൾ ഇത് വീഡിയോ ഇല്ലായിട്ട് എടുക്കല്ലോ കേട്ടാ. ഇത് നമുക്ക് കുറേ സന്തോഷം തന്നവര് ഇതല്ലേ. പെട്ടെന്ന് നമ്മളിന്ന് രാവിലെ ഓർത്തിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വൈകുന്നേരം സാധനം ബാധക്കെത്തി. എല്ലാം അള്ളാൻ്റെ ഒരു
അല്ല നമ്മളെന്നും കൈ വിടൂല അല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നതും. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും സ്വീകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ, വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഓരോരോ ഒരുക്കങ്ങളായിട്ട് തുടങ്ങുന്നുണ്ട്. പ്രസവിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാർ വിചാരിക്കും പ്രസവിക്കാനായെന്നല്ലേ നിയാസ്ക? ആ ഏത് മെയ് അല്ലേ? മെയ് 6 അപ്പോഴത്തേക്ക് ഇത് ഇത്തിരി പച്ച വിറക നല്ല ഉണങ്ങാനുണ്ട്. ഇതെല്ലാം ഉണങ്ങിയിട്ട് നമുക്ക് നമ്മളെ പുസിമോൻ അതാടെ ഇരുന്നിട്ട് കാണുന്നുണ്ടോ? 2 കണ്ണു മാത്രം വേണ്ട, സൂമൊന്നും വെക്കണ്ട, കാണുന്നുണ്ട്. ഓക്കെ, അതാടെ ഞാസ്കാൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. ഇവര് ഈ വർഗ ഓരോന്നും എടുത്തിട്ടില്ലേ, കാഫിൻ്റെ ചെടിയല്ലേ, അപ്പോൾ നമ്മൾ സ്റ്റൈലായിട്ട് പോളിഷെല്ലാം അടിച്ചിട്ട് വെക്കാനുള്ള പുറപ്പാടിൽ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാസ്ക ഒച്ചിടുന്നുണ്ട്, ഇങ്ങനെയാണ് കത്തിക്കാനുണ്ടാവില്ല, എല്ലാം സ്റ്റൈലാക്കി വെക്കാനേ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ നിയാസ്ക വരുമ്പോഴത്തേക്ക് വിറകിറക്കി വീടിൻ്റെ അടുത്ത് എത്തിയിട്ടായി. നിയാസ്ക അറിയ പോലും ഇല്ല. ഇന്ന് രാവിലെ ഞാൻ നിയാസ്കോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ വേടി വിറകിനൊന്നും പറയാതെ നിന്നാൽ ലാസ്റ്റ് ബുദ്ധിമുട്ടാവുന്നല്ലോ. അപ്പം പാവങ്ങളെല്ലാം ഇറക്കി ഒരു 5-6 ആളുണ്ട്. എന്ത് നിങ്ങൾ പറഞ്ഞ് അല്ല, എന്നാലും നോക്കി പാവം എല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുന്നു അല്ലേ. പാവങ്ങൾ അവർക്കെല്ലാം ഉള്ള ഹൈറിലാക്കട്ടെ അവരെല്ലാവരും അല്ലേ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. നമ്മൾ വിറക് കത്തിക്കൂല, വിറക് കത്തിക്കൽ ഭയങ്കര കുറപ്പോടാ. പോയിട്ട് എടുക്കടാ വിറക്. വീഡിയോ ഇപ്പം നിർത്തും. വിറക് കത്തിക്കലല്ലോ കുറവല്ലേ നിയാസ്ക? നമ്മള് ഇല്ലെങ്കിൽ നിയാസ്കാക്കില്ലേ ഭയങ്കര സൗണ്ടാ. ഇവിടുന്ന് കിടന്ന് കാറുന്നത് അങ്ങ് ദുബൈയിൽ കേൾക്കൂ. വീഡിയോ ഓണാക്കിയാൽ നിയാസ്കാക്ക് സൗണ്ടേ ഉണ്ടാവില്ല. തലവേദന ഉണ്ട് പോലും. നമ്മൾ വിറക് കത്തിക്കൂല, കുറവാണ്. എല്ലാം ഗ്യാസിൽ, കറണ്ട് സ്റ്റൗവിൽ അങ്ങനെയല്ല കേട്ടാ. വിറക് കത്തിക്കാത്ത വിറക് കിട്ടാത്തതുകൊണ്ടല്ലേ, എനിക്ക് മടിയായതുകൊണ്ട്. അടുപ്പെല്ലാം ഉണ്ട്, നമ്മൾ കത്തിക്കൂല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലെല്ലാം ആക്കണമെങ്കിൽ പുറത്ത് അടുപ്പ് ഇട്ടിട്ട് കത്തിക്കൂല നിയാസ്ക. അങ്ങനെ ഇതാ വലിയ കുട്ടിയെല്ലാം മോൻ പിടിക്കുന്നുണ്ട്, പാവം. ശക്തിമാൻക്ക് എന്താ പറയാനുള്ളത്? ശക്തിമാന് ക്ലാസ് വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് വിറക് വന്നല്ലേ? അല്ലേടാ ശക്തിമാനെ? അങ്ങനെ ഏകദേശം അട്ടിയിടുന്ന പണിയെല്ലാം കഴിയാനായി. ഇനിയിപ്പോൾ ഇത്രയും കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ലാസ്റ്റ് വരെ അല്ല ഓരോരോ പണിയും ഹൈറിലാക്കി തരട്ടെ. ദ്വാരക്കല് കേൾക്കാം. ഇത് ശരിക്കും നമുക്കൊരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അവർക്ക് വേണ്ടി കൊണ്ടുവന്ന വിറകുന്ന് നമ്മളോട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടും അതുമാത്രം പോരാതെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തന്നല്ലേ എല്ലാവരും കൂടി. ചുറ്റുമുള്ള അയൽവാസികളെല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് തന്നു. സന്തോഷം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടാവും. എന്തിനറിയാം, അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും സഹകരിച്ചതുകൊണ്ട്. അപ്പോൾ ഓക്കെ. ഇതാ നീ മുഖം കാണിക്കൂലടാ. ഇതാണ്ടാ ഓന് ഓരോരോ പീസ് കൊണ്ടുവന്നിട്ട് അപ്പത്തേക്ക് ഇവിടെ വരണ്ടാനായി. നിയാസ്ക എന്ത് പറഞ്ഞു? നിയാസ്ക എന്താ? എല്ലാവരും അല്ല, അതന്നെ ഞാൻ പറഞ്ഞു നേരത്തെ. എല്ലാവരും ഒരു മനുഷ്യനെ നമ്മൾ ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെന്താക്കുക, സൈഡായി കളിയാ. നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടാ, അങ്ങനത്തെ. അപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് ചില ആൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സാരില്ല. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും കൂടി ഉണ്ട്. വിറകുണ്ടല്ലോ നല്ലോണം നിയാസ്ക? ഓക്കെ. ഇനിയിപ്പോൾ റൊട്ടിയാക്കുമ്പോൾ കാണാമല്ലോ നിയാലെ. അപ്പോൾ വിറകെല്ലാം അട്ടി ഏകദേശം കഴിയാനാകുമ്പോഴത്തേക്ക് ഞാൻ വേഗം റൊട്ടിയെല്ലാം ചൂടട്ടെ. നിയാസ്ക കുടിച്ച് വരുമ്പോഴത്തേക്ക് വേഗം തിന്നാനാവണം കേട്ടോ. അപ്പോൾ ഇന്ന് കറി എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കമും പിന്നെ എഗ്ഗ് എല്ലാം ഇട്ടിട്ട് ഒരു ഫ്രൈ പോലെ ആക്കുന്ന കേട്ടോ. അതാണ് റൊട്ടിക്ക് നല്ല രസം ഉണ്ടാവും. വേറെ കുറച്ച് പച്ചക്കറീൻ്റെ കറിയും ഉണ്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പച്ചരിൻ്റെ പൊടിയും ചോറും ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ചുടുന്ന റൊട്ടിയാട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോസ് ഇത്രയല്ലേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ ഡെലിവറീൻ്റെ ചെറിയ പ്രിപ്പറേഷനെല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി നമുക്കെല്ലാം സഹായിച്ച എല്ലാവർക്കും ഞാൻ അവർ വീഡിയോ കാണലുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നന്ദി അറിയിക്കുന്നത് കേട്ടോ. പിന്നെ വേറെന്താ വിശേഷം? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് പിന്നെ പാസ് ചെയ്യുക. പിന്നെ അച്ച് ഉണ്ടാന്ന് ചോദിക്കരുത് കേട്ടോ. റൊട്ടിക്കുള്ള അച്ചെല്ലാം ഞാൻ കുറച്ച് സമയം 2-3 റൊട്ടി അച്ചിൽ തന്നെ ചുട്ടത്. പിന്നെ അച്ചിൽ ചുടുമ്പോൾ വലിയ വീതിയുള്ള റൊട്ടി ആവുന്നില്ല കേട്ടോ, ചെറിയ റൊട്ടിയേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താക്കി അച്ചങ്ങ് മാറ്റിയിട്ട് കൈ തന്നെ ആക്കാൻ തുടങ്ങി. നിയാസ്ക്കൊക്കെ അച്ചിൽ ചുട്ടത് അത്ര ഇഷ്ടമാവുന്നില്ല, എന്തോ ഒരു ഗുണമില്ല എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് കയ്യിൽ നല്ല വീതിക്ക് പരത്തിയിട്ട്, അപ്പോൾ ഒരാൾക്ക് 2-3 മതിയാകും വലിയ റൊട്ടി ആയാൽ. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് റൊട്ടിയും കഴിക്കുന്നതും പിന്നെ നമ്മളെ ക്യാപ്സിക്കമിൻ്റെ വറവാക്കുന്നതെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി കിട്ടി, പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഇങ്ങനെ ഞാൻ പ്ലാസ്റ്റിക്കിലാട്ടോ പരത്തുന്നത്. പ്ലാസ്റ്റിക്കിൽ കുറച്ച് വെള്ളവും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ പരത്തിയെടുക്കും കേട്ടോ. ചില സമയം അത് കയ്യിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാനെല്ലാം ബുദ്ധിമുട്ടാവും. പക്ഷേ എനിക്ക് റൊട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റെല്ലാം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഈ പ്രഗ്നൻസിയിൽ എന്താണെന്നറിയില്ല റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെന്താ, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വിറക് വന്നത് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുന്നിട്ടാ. നാളെ അടിപൊളി വ്ളോഗായിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.